കൂട്ടുകാരെ, മഞ്ഞ് വീണ് ഒരാഴ്ചയായിട്ടും കണ്ടോ, മഞ്ഞ് അങ്ങനെ തന്നെ കൂടി കറുപ്പ് നിറയെ വളം പോലെ കൂടി കിടക്കുന്നു. വളമൊക്കെ നമ്മൾ കൂട്ടിയെടുത്തില്ലേ, ചാണകപ്പൊടി അതുപോലെ. അപ്പോൾ ജോലി കഴിഞ്ഞ് ഇറങ്ങി, ശാന്തമായ അന്തരീക്ഷം. ഞാൻ ജോലി കഴിഞ്ഞ് പോകാൻ തുടങ്ങുന്നു. മരം കോച്ച് നിൽക്കുന്ന മരങ്ങളെല്ലാം ആരുമില്ല. അങ്ങനെ ശാന്തമായൊരു അന്തരീക്ഷമാണ്. പിന്നെ ബാക്ക് യാർഡിലൊക്കെ വീടാണ് കേട്ടോ. ജോലി സ്ഥലത്തിൻ്റെ ബാക്ക് യാർഡ് മൊത്തം റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാലാണ് എയർപോർട്ടും ഇതെല്ലാം തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ. പിന്നെ കടകളൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളിലും മാറി മാറിയുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇവിടുത്തെ തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. മഞ്ഞ് പെയ്തു തുടങ്ങിയാൽ മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കും. മഞ്ഞില്ലെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഈ തണുക്കുമ്പോഴാണ് അത് കണ്ടോ, ഈ നിലം കണ്ടോ ഇങ്ങനെ ഭയങ്കര വൈറ്റ് കളറിൽ, അത്രയും തണുപ്പിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇടാനേ ഒന്നും വിട്ടുപോകും ഞാൻ തിരക്കിട്ടില്ല. ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നു. കുഞ്ഞുങ്ങൾ വളരുന്നു, നമ്മൾ തളരുന്നു എന്ന് പറഞ്ഞ പോലെ തളരുന്നില്ല. നമ്മൾ ഉഷാറായി നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കി മുന്നോട്ട് പോയേ പറ്റും. കാരണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. നമുക്ക് വേണ്ടി ആരോടും ഒരു ഇമോഷണൽ ഫീലിങ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ലൈഫെല്ലാം മാറി. പണ്ടത്തെ കാലമെല്ലാം മാറിയില്ലേ. പണ്ടത്തെ ജീവിത രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഡിജിറ്റൽ യുഗത്തിലാണ്. അപ്പോൾ അതിനോടൊത്ത് നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടുന്നു പറഞ്ഞാൽ നമ്മൾ അതിനോടൊത്ത് യോജിച്ച് മൈൻഡ് സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തേ പറ്റുള്ളൂ. എല്ലാ പ്രതിസന്ധികളെയും ഓവർകം ചെയ്യണ്ടേ. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. ഗുഡ് നൈറ്റ്. അപ്പം താങ്ക്സ് ഫോർ ദ ഡേ. നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ഇതിലൊന്നും കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ ഒത്തിരി നന്ദി. താങ്ക്സ് ലോഡ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.